തമിഴ്നാട് രാഷ്ട്രീയ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പാർട്ടികൾ ചില മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വന്തം സ്വത്വം ഉയർത്തിപ്പിടിക്കാനാണ് ഇത്തവണ ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. അതായത് പരമ്പരാഗത മുന്നണി സമവാക്യങ്ങളെയും താൽക്കാലിക രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെയും തമിഴ്നാട്ടിൽ ഒഴിവാക്കുകയാണ് ഇടതുപക്ഷം. തമിഴക വെട്രിക്കഴകം അഥവാ ടി.വി.കെ നേതൃത്വം നൽകുന്ന ഭരണസഖ്യത്തിന്റെ ഭാഗമാകാൻ ഇടതുപക്ഷം തയ്യാറാകില്ലെന്ന് വ്യക്തമാക്കിയതോടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ സങ്കീർണവും അതേസമയം സുതാര്യവുമായി മാറുകയാണ്. കേവലം സീറ്റ് വിഭജന ചർച്ചകളിൽ ഒതുങ്ങാതെ വിട്ടുവീഴ്ചയില്ലാത്ത ജനപക്ഷ രാഷ്ട്രീയവും വർഗസമര നിലപാടുകളും ഉയർത്തിപ്പിടിച്ച് ജനവിധി തേടാനാണ് CPI-CPM സംയുക്തമായി തീരുമാനിച്ചിരിക്കുന്നത്. അധികാര കണ്ണികളിൽ കുടുങ്ങാതെ സ്വന്തം അടിത്തറ ശക്തിപ്പെടുത്താനുള്ള ഇടതുപക്ഷത്തിന്റെ ഈ ധീരമായ ചുവടുവെപ്പ് തമിഴ് മണ്ണിലെ രാഷ്ട്രീയ ശക്തികളുടെ യഥാർത്ഥ ബലാബലം തെളിയിക്കുന്ന ഒന്നായി മാറും. പ്രാദേശിക തലത്തിൽ തങ്ങളുടെ മേഖലകൾ പരമാവധി തിരിച്ചുപിടിക്കാനും താഴെത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകരിൽ പുതിയ ആവേശവും ആത്മവിശ്വാസവും നിറക്കാനും ഒറ്റയ്ക്കുള്ള പോരാട്ടം വഴി സാധിക്കുമെന്നാണ് ഇരു പാർട്ടികളുടെയും നേതൃത്വങ്ങൾ ഒരേ സ്വരത്തിൽ വിലയിരുത്തുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് ടി.വി.കെ ബുധനാഴ്ച വിളിച്ചു ചേർത്ത സഖ്യകക്ഷികളുടെ ഔദ്യോഗിക യോഗത്തിൽ നിന്ന് CPI-യും CPM-ഉം വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് വലിയ വാർത്തയായിരുന്നു. തമിഴ്നാട്ടിൽ നിലവിലുള്ള ടി.വി.കെയുടെ നേതൃത്വത്തിലുള്ള ഭരണസഖ്യത്തിന്റെ ഭാഗമല്ലാത്തതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാത്തതെന്ന് ഇരു പാർട്ടികളും ഔദ്യോഗികമായി വിശദീകരിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനെ ടി.വി.കെ സർക്കാരിനോടുള്ള കടുത്ത എതിർപ്പോ ശത്രുതയായി ആരും വ്യാഖ്യാനിക്കേണ്ടതില്ലെന്ന് ഇടതു നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേവലമായ രാഷ്ട്രീയം വടംവലികൾക്കപ്പുറം തങ്ങളുടെ രാഷ്ട്രീയപരമായ അന്തസ്സും നയങ്ങളും മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചതെന്ന് വ്യക്തമാക്കാനാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. ടി.വി.കെ സർക്കാരിന് പുറത്തുനിന്ന് പിന്തുണ നൽകാനാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുകക്ഷികളുടെ പൊതുവായ തീരുമാനം. തങ്ങൾ സർക്കാരിന്റെയോ മന്ത്രിസഭയുടെയോ നേരിട്ടുള്ള ഭാഗമല്ലെന്നും അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഒട്ടും ഉചിതമല്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി M വീരപാണ്ഡ്യനും മാധ്യമങ്ങളോട് വ്യക്തമാക്കി. തമിഴ്നാട് ഭരണമുന്നണിയിൽ ഇല്ലെങ്കിലും സർക്കാരിന്റെ ജനക്ഷേമകരമായ ഏതൊരു നയത്തിനും ആവശ്യാനുസരണം പൂർണ്ണ പിന്തുണ നൽകുന്നത് തുടരുമെന്നാണ് ഇടതു പാർട്ടികളുടെ പൊതുവായ നിലപാട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇടതുപക്ഷം പിടിക്കുന്ന വോട്ടുകൾ പല മണ്ഡലങ്ങളിലും വലിയ നിർണായക ശക്തിയായി മാറും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ജനകീയ മേഖലകളിൽ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് ടി.വി.കെ സഖ്യത്തിന്റെ വിജയ സാധ്യതകളെ ബാധിച്ചേക്കാം. ചുരുക്കത്തിൽ ഇടതുപക്ഷത്തിന്റെ തനിച്ചു മത്സരിക്കാനുള്ള തീരുമാനം വിജയുടെ ടി.വി.കെക്ക് അവരുടെ സംഘടനാപരമായ പോരായ്മകൾ സ്വന്തം നിലയിൽ പരിഹരിക്കാനും ജനപിന്തുണ തനിച്ചാണെങ്കിലും തെളിയിക്കാനുമുള്ള വലിയൊരു രാഷ്ട്രീയ പരീക്ഷണ വേദിയാണ് ഒരുക്കുന്നത്. അധികാര രാഷ്ട്രീയത്തിന്റെ വലിപ്പച്ചെറുപ്പങ്ങൾക്കപ്പുറം തമിഴ് മണ്ണിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ വിജയുടെ ഭാവി രാഷ്ട്രീയത്തെ എങ്ങനെ രൂപപ്പെടുത്തുമെന്ന് വരും ദിവസങ്ങളിലെ ജനവിധി കൃത്യമായി തെളിയിക്കും.